കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഇന്ധന വിലവർധനവ് പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ജില്ലാതല സമര പ്രചരണ വാഹനജാഥ പറവൂരിൽ നിന്നും ആരംഭിച്ചു. CITU ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇടിയുമ്പോ അല്ലെങ്കിൽ വർദ്ധിക്കുമ്പോ അതിനനുസൃതമായി ഗവൺമെന്റ് ആയിരിക്കും തീരുമാനമെടുക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ എന്താ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനമെടുക്കുമ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞാലും വർദ്ധിച്ചാലും ശരി, ഇന്ത്യക്കകത്ത് പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ, മണ്ണെണ്ണയുടെ എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഭാഗമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ സ്വാഭാവികമായും ലൈറ്റ് മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. അവന്റെ ഉപജീവന മാർഗം അടയാൻ സാധ്യതയുണ്ടാവുകയാണ്. അത്തരത്തിലുള്ള തെറ്റായ നയത്തിനെതിരായ ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ MP സിമേന്ദ്രഭദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റനായ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി VA സക്കീർ ഹുസൈന് വിവിധ യൂണിയൻ പ്രതിനിധികൾ ഹാരമണിയിച്ചു സ്വീകരിച്ചു. Kerala Water Karar തൊഴിലാളി യൂണിയൻ സ്റ്റേറ്റ് യൂണിയൻ സോലാ ദിലീഷ്, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഏരിയ കമ്മിറ്റി സ്റ്റാൻഡ് യൂണിയൻ സഖാവ് EN, വിദ്യാർത്ഥി സ്റ്റാൻഡ് യൂണിയൻ സോലാവ്, ഓൾ കേരള പാർട്ടി സ്റ്റാൻഡ് യൂണിയൻ ബിജോയ്. നാളുമായി 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ജാഥയ്ക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഓട്ടോറിക്ഷ, ടാക്സി മേഖലയിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റം തടയുക എന്നുള്ളത് തന്നെയാണ്. ഓട്ടോറിക്ഷക്കാർക്ക് ചാർജ് വർദ്ധിപ്പിച്ചു കിട്ടണം, ടാക്സിക്ക് ചാർജ് വർദ്ധിപ്പിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ ഈ ചാർജ് വർദ്ധനവ് സാധാരണ ജനങ്ങൾക്കിടയിലേക്കാണ് വരുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ 4 കൊല്ലമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2022 ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റിസ് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ സംസ്ഥാനത്തെ ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഇടയായ കാരണങ്ങളെ കുറിച്ച് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. ആ ചാർജ് വർദ്ധനവ് പിന്നിട്ട് 4 വർഷക്കാലം കഴിയുമ്പോൾ നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷയ്ക്ക് അതുപോലെ തന്നെ ടാക്സിക്ക് ഓടാൻ കഴിയാത്ത വിധം പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂട്ടി. PK സുരേന്ദ്രൻ, PC ലാലു എന്നിവർ സംസാരിച്ചു. വൈസ് ക്യാപ്റ്റൻ TV രാജൻ, മാനേജർ PR പ്രസാദ്, വിനോദ് മാത്യു, PM ഹാരിസ്, EP സുരേഷ്, എൽദോ ഡേവിസ്, വാഗിത സന്തോഷ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.